ഇന്ത്യയുടെ നിയമചരിത്രത്തിലെ ഏറ്റവും വികാരാധീനമായ ഒരു അധ്യായത്തിനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സാക്ഷ്യം വഹിച്ചത്. 13 വർഷമായി അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഹരീഷ് റാണ എന്ന യുവാവിനെ ദയാവധത്തിന് ഇരയാക്കാൻ സുപ്രീം കോടതി അനുമതി നൽകി. എന്താണ് ഈ ദയാവധം? എന്തുകൊണ്ടാണ് ഹരീഷ് റാണയുടെ ജീവിതം ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്? നമുക്ക് നോക്കാം. കഥ തുടങ്ങുന്നത് 2013-ലാണ്. ചണ്ഡീഗഡ് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ ബിടെക് വിദ്യാർത്ഥിയായിരുന്നു ഹരീഷ് റാണ. പഠനത്തിൽ മിടുക്കൻ, സ്പോർട്സിലും ജിമ്മിലും താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. എന്നാൽ ഒരു ദിവസം ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്ന് ഹരീഷ് താഴെ വീണു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അന്നു മുതൽ ഇന്നുവരെ, അതായത് 19-ാം വയസ്സ് മുതൽ 32-ാം വയസ്സുവരെ ഹരീഷ് കിടപ്പിലായിരുന്നു. കണ്ണു തുറക്കുമെങ്കിലും ചുറ്റുമുള്ള ഒന്നിനോടും പ്രതികരിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. ട്യൂബിലൂടെ നൽകുന്ന ഭക്ഷണമായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. ഒരു തിരിച്ചുവരവ് അസാധ്യമാണെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ 13 വർഷങ്ങൾ. ഹരീഷിന്റെ മാതാപിതാക്കളെ കുറിച്ച് പറയാതെ ഈ കഥ പൂർണ്ണമാകില്ല. മകൻ എഴുന്നേൽക്കുമെന്ന പ്രതീക്ഷയിൽ തങ്ങളുടെ വീട് വിറ്റും കടം വാങ്ങിയും അവർ അവനെ പരിചരിച്ചു. മാസം 30,000 രൂപയിലധികം മരുന്നുകൾക്കായി മാത്രം അവർ ചിലവാക്കി. എന്നാൽ മകന്റെ ദുരിതം കണ്ട് മനസ്സുനൊന്തും തങ്ങളുടെ കാലശേഷം ആരവനെ നോക്കുമെന്ന ഭയത്താലും അവർ അവനെ ദയാവധം ചെയ്യാൻ അനുമതി നൽകണമെന്ന ആവശ്യം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചു. ആദ്യം കോടതി അപേക്ഷ തള്ളിയിരുന്നു. പിന്നീട് സുപ്രീം കോടതി UP സർക്കാരിനോട് ചികിത്സാ ചിലവ് വഹിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ മകന്റെ അവസ്ഥ കൂടുതൽ മോശമായതോടെ അവർ വീണ്ടും സുപ്രീം കോടതിയിൽ എത്തുകയായിരുന്നു. 2026 മാർച്ച് 11-ന് ജസ്റ്റിസുമാരായ GV പർദിവാല, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ചരിത്രപരമായ വിധി പുറപ്പെടുവിച്ചു. വിധിയിലെ ചില പ്രധാന കാര്യങ്ങൾ ഇവയായിരുന്നു. ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശവും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21-ന്റെ ഭാഗമാണെന്ന് കോടതി പറഞ്ഞു. ട്യൂബിലൂടെ നൽകുന്ന പോഷകാഹാരവും വെള്ളവും ഒരു ചികിത്സയാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഭേദമാകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഇത്തരം ചികിത്സകൾ തുടരുന്നത് രോഗിയുടെ നന്മയ്ക്കല്ലെങ്കിൽ അത് പിൻവലിക്കാവുന്നതാണെന്നും കോടതി പറഞ്ഞു. മകനെ ഉപേക്ഷിക്കാനല്ല, മറിച്ച് അവന്റെ വേദന അവസാനിപ്പിക്കാനാണ് മാതാപിതാക്കൾ ശ്രമിച്ചതെന്നും കോടതി പറഞ്ഞു. കൂടാതെ ഹരീഷിനെ ഡൽഹി എയിംസിലെ പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റാൻ അവിടെ വച്ച് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അന്തസ്സോടെ ചികിത്സകൾ പിൻവലിക്കാനും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. പലർക്കും ഒരു സംശയമുണ്ടാകാം, ഇന്ത്യയിൽ ദയാവധം നിയമപരമാണോ എന്ന്. ഇന്ത്യയിൽ സജീവ ദയാവധം ഇപ്പോഴും കുറ്റകരമാണ്. അതായത് മരുന്ന് കുത്തിവെച്ച് ഒരാളെ കൊല്ലുക എന്നത് നിയമവിരുദ്ധമാണ്. എന്നാൽ നിഷ്ക്രിയ ദയാവധം സുപ്രീം കോടതി 2018-ലെ കോമൺ കോസ് കേസിലൂടെ അനുവദിച്ചിരുന്നു. ചികിത്സ തുടരുന്നത് കൊണ്ട് ഗുണമില്ലാത്ത അവസ്ഥയിൽ വെന്റിലേറ്ററിലോ ഫീഡിംഗ് ട്യൂബോ പോലുള്ള കൃത്രിമ സഹായങ്ങൾ പിൻവലിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അരുണ ഷാൻബാഗ് കേസ് ഇതിനൊരു ഉദാഹരണമാണ്. 42 വർഷത്തോളം മുംബൈയിലെ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ കിടന്ന അരുണയ്ക്ക് വേണ്ടി 2011-ൽ ദയാവധം ആവശ്യപ്പെട്ടെങ്കിലും കോടതി അന്ന് അനുവദിച്ചിരുന്നില്ല. എന്നാൽ ആ കേസ് ഇന്ത്യയിൽ നിഷ്ക്രിയ ദയാവധം എന്ന ആശയത്തിന് തുടക്കമിട്ടു. മുൻപുള്ള കേസുകളിൽ വെന്റിലേറ്റർ മാറ്റാനായിരുന്നു അനുമതിയെങ്കിൽ ഹരീഷ് റാണയുടെ കേസിൽ സുപ്രീം കോടതി ആദ്യമായി സമ്മതിച്ച കാര്യം ഭക്ഷണവും വെള്ളവും ട്യൂബിലൂടെ നൽകുന്നത് ഒരു ചികിത്സയാണെന്നാണ്. ഹരീഷിന് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ട്യൂബിലൂടെ നൽകുന്ന ഭക്ഷണം നിർത്തിയാൽ മാത്രമേ അവന്റെ മരണം സംഭവിക്കൂ. ഇത് നിഷ്ക്രിയ ദയാവധത്തിന്റെ പരിധിയിൽ വരുമോ എന്നതായിരുന്നു പ്രധാന തർക്കം. എന്നാൽ ജസ്റ്റിസ് JV പർദിവാലയുടെ ബെഞ്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: രോഗിക്ക് യാതൊരു പുരോഗതിയും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത്തരം ചികിത്സകൾ നിർബന്ധപൂർവം തുടരുന്നത് അവന്റെ അന്തസ്സിന് നിരക്കുന്നതല്ല. അതുകൊണ്ടാണ് ട്യൂബ് നീക്കം ചെയ്യാൻ കോടതി അനുമതി നൽകിയത്. ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഇത്തരം ഒരു വിധി. ഹരീഷ് റാണയുടെ കേസ് കേവലം ഒരു നിയമവിധി മാത്രമല്ല, അത് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും വലിയൊരു പാഠമാണ്. ടു ബി ഓർ നോട്ട് ടു ബി, ജീവിക്കണോ മരിക്കണോ എന്ന ഷേക്സ്പിയർ വരികൾ ഉദ്ധരിച്ചാണ് കോടതി വിധി തുടങ്ങിയത്. കോടതിയുടെ ഈ തീരുമാനം കേവലം ഒരു ജീവൻ അവസാനിപ്പിക്കാനല്ല, മറിച്ച് 13 വർഷമായി തുടരുന്ന ആ നരകയാതനയിൽ നിന്ന് ഹരീഷിനെ മോചനം നൽകാനാണ്.